മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. അസാധാരണ കൺസിസ്റ്ററി നടത്തപ്പെട്ടു. പരിശുദ്ധ ലിയോ 14 പാപ്പ വിളിച്ചുകൂട്ടിയ അസാധാരണ കൺസിസ്റ്ററി അവസാനിച്ചു. ജനുവരി 6, 7 എന്നീ തീയതികളിൽ വത്തിക്കാൻ സിനഡ് ഹാളിൽ വെച്ചാണ് അസാധാരണ കൺസിസ്റ്ററി നടത്തപ്പെട്ടത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ കൺസിസ്റ്ററിയിൽ പങ്കെടുത്തു. കത്തോലിക്ക സഭയുടെ പരമമായ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണെന്നും ആ ദൗത്യത്തിൽ കർദിനാൾമാരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും താൻ ആഗ്രഹിക്കുന്നുവെന്നും പരിശുദ്ധ ലിയോ 14 പാപ്പ പറഞ്ഞു. അടുത്ത കൺസിസ്റ്ററി വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിനടുത്ത് ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്നും ഇനി മുതൽ എല്ലാ വർഷവും കൺസിസ്റ്ററി വിളിച്ചുകൂട്ടുമെന്നും സമ്മേളനത്തിന്റെ സമാപനത്തിൽ ലിയോ 14 പാപ്പ അറിയിച്ചു. ക്രൈസ്തവർക്കെതിരായ അക്രമം അവസാനിപ്പിക്കണം. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പത്തനംതിട്ട നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ് ജനുവരി 6 പ്രതിഷേധിച്ചു. നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലിന്റെ മറവിൽ മതസ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിലും ആശങ്ക പ്രകടിപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ മാർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഭിമന്യ മലയിൽ സാബു കോശി ചെറിയാൻ പിതാവ്, അഭിമന്യ സാമുവൽ മാർ ഐറനസ് മെത്രാപ്പോലീത്ത, അഭിമന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത, അഭിമന്യ ഗീവർഗീസ് മാർ അപ്രൈം മെത്രാപ്പോലീത്ത, മറ്റ് ഭാരവാഹികൾ എന്നിവർ മീറ്റിംഗിൽ സംബന്ധിച്ചു. സംഘം 2026 തിയോളജിക്കൽ സെമിനാർ നടത്തപ്പെട്ടു. തിരുവനന്തപുരം നാലാഞ്ചിറ സെന്റ് മേരീസ് മേജർ സെമിനാരിയുടെയും സിനഡൽ കമ്മീഷൻ ഫോർ തിയോളജിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അൽമായർക്കായുള്ള തിയോളജിക്കൽ കോഴ്സിന്റെ ഭാഗമായി ജനുവരി 9 മുതൽ 11 വരെ തിരുവനന്തപുരം പട്ടം കാതലിക്കേറ്റ് സെന്ററിൽ വെച്ച് സംഘം 2026 എന്ന പേരിൽ തിയോളജിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. മേജർ സെമിനാരി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിജി ചരിയുപുരയിടത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പോലീത്ത, അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ വർഗീസ് നടുതല, ഫാദർ ഡോക്ടർ ഡാർബല്ലോ ക്രിസ്തുസ്, ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജനുവരി 11 മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ക്രമീകരണങ്ങൾക്ക് സിനഡൽ കമ്മീഷൻ ഫോർ തിയോളജി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ നേതൃത്വം നൽകി. ആരാധനക്രമവർഷ വൈദിക സംഗമം നടത്തപ്പെട്ടു. തിരുവല്ല അതിഭദ്രാസനത്തിന്റെ ആരാധനക്രമവർഷ വൈദിക സംഗമം ജനുവരി 7 തിരുവല്ല പുഷ്പഗിരി സെനറ്റ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് സംഗമം ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല അതിഭദ്രാസന വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആരാധനക്രമവർഷ കോർഡിനേറ്റർ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ബെർണാഡ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അതേ തുടർന്ന് തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ യൂഹാനൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പായ്ക്കും യൂറോപ്പിന്റെ അപ്പോസ്തോലിക് വിസിറ്റേറ്റർ അഭിമന്യ കുര്യാക്കോസ് മാർ ഒസ്താത്തിയോസ് എപ്പിസ്കോപ്പായ്ക്കും സ്വീകരണം നൽകി. അതിഭദ്രാസനത്തിലെ 90 വൈദികർ സംഗമത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ പത്തനംതിട്ട ബദനി സിസ്റ്റേഴ്സിനായുള്ള ആരാധനക്രമവർഷ ഏകദിന പരിശീലനം ജനുവരി 3 നങ്ങിയാർകുളങ്ങര ബദനി സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ തോമസ് പ്രമോദോ വൈസി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നിയമിതനായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ ഫാദർ ഡോക്ടർ ആന്റണി രാജ് മരിയഭവൻ ജനുവരി 3 വത്തിക്കാനിലെ പൗലസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയ ശുശ്രൂഷകൾക്ക് നിയമിതനായി. വൈദിക പട്ടം സ്വീകരിച്ചു. ബത്തേരി ഭദ്രാസനത്തിനു വേണ്ടി ഡീക്കൻ വർഗീസ് പുതുപ്പള്ളിൽ ജനുവരി 5 നാരോക്കാവ് സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിൽ വെച്ച് ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. പുത്തൂർ ഭദ്രാസനത്തിനു വേണ്ടി ഡീക്കൻ ഇഗ്നേഷ്യസ് ഇട്ടിക്കൽ ജനുവരി 8 ഇച്ചിലമ്പാടി സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് പുത്തൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാർ മക്കേറിയോസ് മെത്രാപ്പോലീത്തയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. ലാംപ് ലൈറ്റിംഗ് സെറമണി നടത്തപ്പെട്ടു. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പ്രൊവിൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലം പെരുമ്പുഴ മാറിവാനിയോ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ 26ാമത് ബാച്ചിന്റെ ലാംപ് ലൈറ്റിംഗ് സെറമണി
ജനുവരി 3 കോളേജിൽ വെച്ച് നടത്തപ്പെട്ടു. കൂഴിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനസ് എപ്പിസ്കോപ്പ സെറിമണി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യൽ മദർ ഡാമഷീൻ SIC അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ ഉർസല SIC, അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ സാൻഡ്ര SIC, മെഡിക്കൽ സൂപ്രണ്ടന്റന്റ് ഡോക്ടർ ഹരിദാസ്, പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ഉദയ, പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രസന്ന SIC, നഴ്സിംഗ് സൂപ്രണ്ടന്റന്റ് സിസ്റ്റർ അഞ്ജിത SIC എന്നിവർ സന്നിഹിതരായിരുന്നു. നിര്യാതയായി. മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം സെന്റ് ജോസഫ് പ്രൊവിൻസിലെ സിസ്റ്റർ ഹൈസീൻ ദിയം ജനുവരി 5 നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജനുവരി 7 മാർത്താണ്ഡം ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മാർത്താണ്ഡം പ്രൊവിൻസ് മടമക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.